ജീവിതത്തിന്റെ അവസാന കാലത്ത് സ്വന്തം ജീവിതത്തിനെ പറ്റി ആളുകൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താണെന്ന് അറിയാമോ? ബ്രൗണി വെയർ എന്നൊരു ഓസ്ട്രേലിയൻ ഓതർ ഇതിനായി പല ആളുകളെയും കണ്ട് വർഷങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ആളുകൾ റിപ്പീറ്റഡ് ആയി പറഞ്ഞത് 5 മേജർ റിഗ്രറ്റ്സ് ആണെന്നാണ്. ലെറ്റ്സ് സീ ദം. നമ്പർ 5, ബി മോർ ഹാപ്പി. സ്വന്തം സന്തോഷത്തിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ തങ്ങളെ പുച്ഛിക്കാതിരിക്കാൻ ജീവിതത്തിൽ എന്തൊക്കെ നേടണം എന്നതിനെ ഫോക്കസ് ചെയ്ത് മാത്രമായിരുന്നു പലരും ജീവിച്ചത്. നമ്പർ 4, ടൈം വിത്ത് ലവ്ഡ് വൺസ്. മിക്കവർക്കും എന്നും കോൺടാക്റ്റിൽ നിർത്തണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേർ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ വിളിക്കാം, മറ്റന്നാൾ കാണാം എന്നൊക്കെ കരുതി അവരിൽ പലരുമായുള്ള ബന്ധം ക്രമേണ ഇല്ലാതെയായി. നമ്പർ 3, ബീയിങ് ഓണസ്റ്റ് ഓർ ഓപ്പൺ. നാണക്കേട്, റിജക്ഷൻ, പേടി ഇതെല്ലാം കാരണം പലരും ഉള്ളിൽ തോന്നിയ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒളിച്ചു വെച്ചു. നമ്പർ 2, ഓവർ വർക്കിംഗ്. പലരും ഫാമിലിക്കും ഫ്യൂച്ചറിനും ഒക്കെ വേണ്ടി ആവശ്യത്തിലധികം പണിയെടുത്തു. പക്ഷേ അതിനായി അവർ സാക്രിഫൈസ് ചെയ്തത് ആ ഫാമിലിയോടൊത്തുള്ള സമയമായിരുന്നു, ആ ചെറിയ വലിയ സന്തോഷങ്ങളായിരുന്നു. ആൻഡ് ഫൈനലി നമ്പർ 1, സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചില്ല. ഏതൊരു കാര്യത്തിനും സ്വന്തം ഇഷ്ടം എന്താണെന്ന് പോലും ആലോചിക്കാതെ ആളുകൾ എന്ത് പറയുമെന്ന് മാത്രം കരുതി സമൂഹത്തിനെ പേടിച്ച് സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. റിമെമ്പർ, ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്കുണ്ടായ റിഗ്രറ്റ് ആണ് ഈ നമ്പർ 1. നാളെ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു ദിവസം വരും. നിങ്ങളുടെ ഹോൾ ലൈഫിന് നിങ്ങൾ മാർക്കിടുന്ന ഒരു ദിവസം. അന്ന് ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ച 90% ആളുകളെയും പോലെ ആകെയുള്ള ഒരു ജീവിതം വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ എന്ന് റിഗ്രറ്റ് ചെയ്യണോ, അതോ ഇന്നു മുതൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സന്തോഷത്തെ മുൻനിർത്തി ജീവിക്കണോ? ദ ചോയ്സ് ഈസ് യോഴ്സ്.